സിനിമയുടെ ഭാഗമായി അത്രയും സിനിമ സക്സസ് ആവുന്നത് ആഫ്റ്റർ റിലീസാണല്ലോ. അതായത് നമ്മളിപ്പോൾ വലിയ സിനിമ വലുതാവുന്നു. ഇപ്പോൾ വലിയ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പടം ഷൂട്ട് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് വൈസ് വലുതായിരുന്നു. കാരണം ഒരു സ്റ്റാറിന് പൈസ കൊടുത്തിട്ടുണ്ട്, സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും പൈസ ഉള്ളൊരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ അഭിനയിച്ച ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള സിനിമയൂടെയായിരുന്നു. പക്ഷെ അത് റിലീസ് ചെയ്തിട്ട് ഇത്രയും ഹിറ്റായി, ഇത്രയും മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്താ പറയുക, അടയാളപ്പെടുത്തി ഉറപ്പായിട്ടും. പക്ഷേ അത്രയും റീച്ചായി, ഇത്രയും ഹിറ്റാവും കാരണം അത്രയും ആൾക്കാർ സിനിമ കണ്ടു എന്നുള്ളതാണ്, അത്രയും ആൾക്കാരിലേക്ക് സിനിമ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ കാണുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്തൊരു വർക്ക് കണ്ട് അഭിപ്രായം പറയുന്നതാണ് ഭയങ്കര സന്തോഷം. ഉറപ്പായിട്ടും അത് ഭാവിയിൽ എനിക്കും അതായത് അതിലുള്ള എല്ലാ ആക്ടേഴ്സിനും അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യൻസിനും ഒരു നല്ല സിനിമയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നീട് തുടർന്ന് സിനിമകൾ ചെയ്യാനും തുടർന്ന് നല്ല ക്യാരക്ടേഴ്സും പരിപാടികളൊക്കെ വരാൻ സഹായിക്കും. അതെന്നെ സഹായിക്കും. തമിഴിൽ കിട്ടിയ ഒരു സ്വീകാര്യത മലയാളത്തിൽ കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഹിറ്റായതിനു ശേഷമല്ല അവിടെ പോയിട്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം റിപ്പീറ്റ് വാച്ച് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം 5ഉം 10ഉം തവണ സിനിമ കണ്ടവരുണ്ടെന്നൊക്കെ. ഇവിടെ എൻ്റെ പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പയ്യന്നൂരൊക്കെ ഉണ്ട്. അവരൊക്കെ ഭയങ്കര സിനിമയിൽ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ മുന്നിലുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എല്ലാം തുറന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് 4-5 പ്രാവശ്യം കണ്ട ആൾക്കാരുണ്ട്. കാരണം അവരുടെ ജെനുവിൻ അഭിപ്രായം കേൾക്കാം. അതായത് ഫസ്റ്റ് ഡേ കണ്ടിട്ട് കൊണ്ടുവില്ല തന്നെ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ സിനിമ കാണാൻ പറയുന്നത് വലിയ കാര്യത്തിൽ അവരെൻ്റെ ഈ അടുത്ത് വിളിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് തമിഴിലും മലയാളത്തിലും എല്ലായിടത്തും അല്ലെങ്കിൽ ഇത്രയും കളക്ട് ചെയ്യില്ലല്ലോ. കമൽ സാർ എന്താണ് ആദ്യം പറഞ്ഞത്? ചിതുമായിട്ടാണ് പറഞ്ഞത്. നമ്മളെല്ലാവരുമായിട്ട് സംസാരിച്ചു എന്ന് വെച്ചാൽ എല്ലാവരും പുള്ളിയുടെ എക്സ്പീരിയൻസ് സംസാരിച്ചു, ഓണം ചെയ്യുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ്. പിന്നെ നമ്മുടെ സിനിമ കണ്ടിട്ടുള്ള കൈ അടയുന്നില്ല പിടിച്ച് ചോദിച്ചോണ്ടിരുന്ന ഞാൻ പറഞ്ഞോണ്ടിരിക്കേണ്ടി ലാസ്റ്റായിട്ട് ഇപ്പം തമിഴിൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു, 10-15 തവണയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും ഫേസ് വാല്യൂ ഇപ്പം കൂടുന്നുണ്ട്. ഇപ്പോൾ ഇനി തമിഴിലേക്ക് ഉണ്ടാവുമോ സിനിമകൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഓഡിയോ സിനിമ ഉണ്ടെങ്കിൽ ഇവിടെയും അവിടെയും സിനിമ വർക്കൗട്ടായി. 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കഥാപാത്രങ്ങൾ നമുക്ക് എവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്നുള്ളത്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാവർക്കും പൈസ വേണമല്ലോ. പണം വരുന്നതിനനുസരിച്ച് ചെയ്യാം. നല്ല സിനിമകൾ അവിടെയും എവിടെയും ചൂസ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ചൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് പോവാം. ഓക്കെ.